ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു മാജിക് റെസിപ്പീസ്. നമ്മുടെ ചാനലിൽ ഇപ്പോൾ നല്ല ഒരുപാട് കമൻസ് വരുന്നുണ്ട്, ഒരുപാട് സുഹൃത്തുക്കൾ വരുന്നുണ്ട്. നമുക്ക് ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ. വീണ്ടും എനിക്ക് വീഡിയോ ചെയ്യാൻ സാധിക്കുന്നത് നിങ്ങളുടെ സപ്പോർട്ട് തന്നെയാണ്. അപ്പോൾ ഇന്ന് നമുക്ക് മഷ്റൂം ഗാർലിക് ആണ് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. ഒരു ചൈനീസ് ഡിഷാണ് കേട്ടോ ഇത്. മഷ്റൂം 1 കിലോ എടുത്ത് വെച്ചിട്ടുണ്ട്. ചെറിയ മഷ്റൂം, ഒരു 2 സവാള ഞാൻ എടുത്തിട്ടുണ്ട്, പാർസ്ലി ലീഫ് എടുത്തിട്ടുണ്ട്, പച്ചമുളക്, വെളുത്തുള്ളിയാണ് മെയിൻ ഇൻഗ്രീഡിയൻറ്റ്, പിന്നെ മല്ലിയില. പാർസ്ലി എന്ന് പറയുന്നത് മല്ലിയില പോലെ തന്നെയുള്ളൊരു സംഭവം കേട്ടോ. അമൂൽ ബട്ടറിലാണ് നമ്മളിത് ചെയ്യുന്നത്. പിന്നെ സോയാ സോസ് എടുത്തിട്ടുണ്ട്. ആദ്യം തന്നെ നമുക്ക് ഈ കൂണ്, അതായത് മഷ്റൂം ഒന്ന് നന്നായി കഴുകിയെടുക്കാം. ഞാൻ കുറച്ച് വിനാഗിരി ഒഴിച്ചിട്ട് കഴുകുന്നുണ്ട് കേട്ടോ. നമ്മുടെ മഷ്റൂം എല്ലാം കഴുകി മാറ്റി വെച്ചു. ഇനി നമുക്ക് 2 വലിയ കഷ്ണം ബട്ടർ ഇട്ട് കൊടുത്ത് ഒരു പാനിൽ നന്നായി ചൂടായ ശേഷം ബട്ടർ ഇട്ട് കൊടുത്ത് നന്നായിട്ട് മെൽറ്റാക്കി എടുക്കാം. ചെറിയ തീയിൽ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. നല്ലപോലെ മെൽറ്റായി വരട്ടെ. ഞാനിവിടെ എല്ലാ ഇൻഗ്രീഡിയൻറ്റും അടുത്ത് തന്നെ എടുത്ത് വെച്ചിട്ടുണ്ട്. കാരണം നമ്മളിത് ഫാസ്റ്റായിട്ട് ഇട്ട് കൊടുക്കേണ്ടതാണ്. എന്തും ഒരു സാധനം ഇത്തരത്തിലുള്ളതൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഇൻഗ്രീഡിയൻസ് വേഗം ഇട്ട് കൊടുക്കണമെങ്കിൽ നമ്മളിങ്ങനെ അടുത്ത് സേവ് ചെയ്ത് വെക്കുന്നത് നന്നായിരിക്കും. ആദ്യം തന്നെ നമുക്ക് സവാള ഇട്ട് കൊടുക്കാം. നമ്മുടെ ബട്ടർ മെൽറ്റായി വരുന്നേ ഉള്ളൂ കേട്ടോ. നേരെ ഫ്ലെയിമിലല്ലേ നമ്മൾ വെച്ചിരിക്കുന്നത്. എപ്പോഴും ബട്ടറൊക്കെ നമ്മൾ ഉരുക്കിയെടുക്കുമ്പോൾ ഫ്ലെയിം കുറച്ച് വെക്കണം, അല്ലെങ്കിൽ കരിഞ്ഞു പോകും പെട്ടെന്ന്. സവാളയുടെ പച്ചമണമൊക്കെ മാറുന്നത് വരെ നമുക്ക് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. ഇതുപോലെ ചെറിയൊരു ബ്രൗൺ കളർ ആകുമ്പോഴേക്കും നമ്മളിവിടെ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മഷ്റൂം ഇട്ട് കൊടുക്കാം. ഞാൻ വിനാഗിരിയിൽ കഴുകിയെടുത്തപ്പോൾ ചെറുതായിട്ടൊന്ന് അതിൻ്റെ നിറമൊക്കെ ഒന്ന് മാറി മഷ്റൂമിൻ്റെ. അതിനുശേഷം നമുക്ക് നല്ല ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ നമുക്ക് മഷ്റൂം ഇവിടെ വഴറ്റിയെടുക്കണം. ബട്ടറിലാണ് നമ്മൾ വഴറ്റുന്നത്. അത്രയും സമയം മതി. ആ ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്ന അത്രയും സമയം മതി. നന്നായി വെന്തും കിട്ടും. നമുക്ക് അധികം വേവില്ലല്ലോ, ചെറിയ മഷ്റൂമാണ്. മഷ്റൂമിന് പൊതുവെ വേവ് കുറവാണ്. മഷ്റൂം ഏകദേശമൊക്കെ ഒരു ഗോൾഡൻ കളർ ആകുന്നുണ്ട്. ആ സമയത്ത് നമുക്ക് നമ്മളിവിടെ എടുത്ത് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഒരു 4 എണ്ണം കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. വലിയ വെളുത്തുള്ളി ആയതുകൊണ്ട്, ചെറുതാണെങ്കിൽ 6 എണ്ണം എടുക്കാം. ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക. അതിനുശേഷം നമുക്ക് വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുത്ത് നല്ലപോലെ വഴറ്റിയെടുക്കാം. വെളുത്തുള്ളിയും സവാളയും മഷ്റൂമും എല്ലാം കൂടി ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നത് വരെ നന്നായി വഴറ്റാം. കണ്ടോ, ഏകദേശമൊക്കെ നല്ലപോലെ വെന്ത് വരുന്നുണ്ട് മഷ്റൂം. ഇനി നമുക്ക് ഇതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ സോയ സോസ് ഇട്ട് കൊടുക്കാം. അതും ചേർത്ത് നന്നായി മിക്സ് ചെയ്യാം. ഫ്ലെയിം കുറച്ച് വെക്കണേ സോയ സോസൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ. കുരുമുളക് പൊടി ഒരു 2 പിഞ്ച് അളവിൽ ഇട്ട് കൊടുക്കാം. കുരുമുളക് ചതച്ചതാണേ, ക്രഷ്ഡ് കുരുമുളക് ഇല്ലേ, അതാണ് എടുത്തിരിക്കുന്നത്. അതും ചേർത്ത് ഒന്നുകൂടെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. നമ്മൾ സോയാ സോസ് ചേർത്തപ്പോൾ അതിൽ ഉപ്പിൻ്റെ അളവുണ്ട്, അതുകൊണ്ട് ഉപ്പിട്ട് കൊടുക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണേ. വളരെ കുറവ് മാത്രം മതി. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മളിവിടെ എടുത്തു വെച്ചിരിക്കുന്ന പാർസ്ലി ലീഫ് ഇട്ട് കൊടുക്കാം. മല്ലിയില പോലെ തന്നെയുള്ളൊരു സംഭവം കേട്ടോ. പ്രത്യേകമായൊരു സ്വാദൊന്നും എനിക്ക് അതിൽ ഫീൽ ചെയ്യുന്നില്ല, പക്ഷേ ഈ ഒരു ഡിഷിന് അത് വേണം. മല്ലിയിലയ്ക്ക് ഒരു ഗ്യാസും മണവും ഒരു സ്വാദും നമുക്ക് ഫീൽ ചെയ്യും. ഒരു പിടി മല്ലിയിലയും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. 2 ലീഫും നമുക്ക് ഇവിടെ ഇട്ട് കൊടുക്കണം. ഇതെല്ലാം കൂടി ചേർത്ത് നന്നായി വഴറ്റിയെടുക്കാം. പച്ചമുളക് ഒരു 3 എണ്ണം ചെറുതായി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, അതും ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഒന്ന് ഫ്ലെയിം കൂട്ടി വെച്ച് കൊടുക്കണേ. ഫ്ലെയിം കൂട്ടിയ ശേഷം 1/4 ടീസ്പൂൺ അളവിൽ ഇടിച്ച മുളക്, അതായത് ക്രഷ്ഡ് ചില്ലിയില്ലേ, വറ്റൽമുളക് ചതച്ചത്, അതൊന്ന് ഇട്ട് കൊടുക്കാം. അതും കൂടി ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒന്നാണ് ഗാർലിക് മഷ്റൂം. കൂടുതലും ചൈനീസ് ഡിഷിൻ്റെ കൂടെയാണ് നമ്മളിത് കൂട്ടുന്നത്. നൂഡിൽസിൻ്റെ ഒക്കെ സൈഡ് ഡിഷായിട്ട് നമ്മൾ ഈ ഗാർലിക് മഷ്റൂം എടുക്കാറുണ്ട്. നമ്മുടെ മഷ്റൂം കൂണെല്ലാം നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. കൂൺ പല വിധത്തിൽ വെക്കും, പക്ഷേ ഈ ഒരു സ്റ്റൈലിൽ വെക്കുന്നത് കൂടുതലും ചൈനീസ് സ്റ്റൈലാണ് ഈ നമ്മൾ വെക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാമല്ലോ. കണ്ടോ,
വളരെ ഈസി ആയിട്ട് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഡിഷാണ്. അപ്പോൾ ഇനി തുടങ്ങി ഫ്രൈഡ് റൈസോ ന്യൂഡിൽസോ ഒക്കെ ഉണ്ടാക്കുന്ന സമയത്ത് സൈഡ് ഡിഷായിട്ട് നമുക്കിത് ഉണ്ടാക്കാം. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും കമൻറ്റും തരാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. കൂടാതെ നമ്മുടെ വീഡിയോ മുഴുവനും തന്നെ കാണണം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഒരുപാട് സ്നേഹത്തോടെ നല്ലത് മാത്രമേ ഉണ്ടാവട്ടെ. താങ്ക് യു വെരി മച്ച്. തുടർന്നും നമ്മുടെ ചാനൽ കണ്ടുകൊണ്ടിരിക്കുക. എപ്പോഴും നമ്മുടെ കൂട്ടായിട്ട് ഉണ്ടാവുക.